മാസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നത്. LDFിൽ നിന്നും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ച വിജയശിവന് 12 പേരുടെ പിന്തുണയാണ് ലഭിച്ചത്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കലാരാജു വിജയിച്ചത്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ ചെയർപേഴ്സണായി കലാരാജു സത്യപ്രതിജ്ഞയും ചെയ്തു. 25 അംഗ കൌൺസിലിൽ LDF 13, UDF 11, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. കലാരാജു UDFിനൊപ്പം പോയതും സ്വതന്ത്രന്റെ പിന്തുണ UDFിന് ലഭിച്ചതുമാണ് LDFിന് ഭരണം നഷ്ടമാവാനുള്ള പ്രധാന കാരണം. അതേസമയം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDF, UDF പ്രവർത്തകർ പരസ്പരം ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചത് സംഘർഷത്തിന് സാധ്യത വഴിതെളിച്ചിരുന്നു. വൻ പോലീസ് സന്നാഹമായിരുന്നു മുനിസിപ്പൽ ഓഫീസ് പരിസരത്തും കൌൺസിൽ ഹാളിനകത്തും നിലയുറച്ചിരുന്നത്. അതിനിടെ നഗരസഭയിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ കലാരാജുവിനെതിരെ കുടുംബശ്രീ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. CDS ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് 13 ലക്ഷത്തിലേറെ രൂപ തിരിമറി നടത്തിയെന്നായിരുന്നു ഇവരുടെ ആരോപണം. ഏറെ നാളത്തെ തർക്കത്തിനു ശേഷമാണ് കൂത്താട്ടുകുളത്ത് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നത്. സീ മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.